നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വീട്ടമ്മമാർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ പ്രഖ്യാപിക്കപ്പെടുകയും ഈ വർഷം ഫെബ്രുവരിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് ഒന്നാം ഗഡു വിതരണം ചെയ്യുകയും ചെയ്ത ഈ പെൻഷൻ പദ്ധതി ഇന്ന് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്കും വഴിമാറിയിരിക്കുകയാണ്. പുതിയ ഭരണമാറ്റത്തിന് ശേഷം കഴിഞ്ഞ 2 മാസമായി ഏപ്രിൽ മെയ് ഈ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഇടതുപക്ഷ നേതാക്കളും ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ പെൻഷൻ പെട്ടെന്ന് മുടങ്ങിയത്? സർക്കാർ ഈ പദ്ധതി നിർത്തലാക്കാൻ പോവുകയാണോ, അതോ സാങ്കേതിക പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിൽ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ പദ്ധതിയുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്വന്തമായി വരുമാനമോ മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളോ ഇല്ലാത്ത വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ ഇതിനായി 3720 കോടി രൂപ വകയിരുത്തുകയും കെ സ്മാർട്ട് പോർട്ടൽ വഴി അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ഡിസംബർ മുതൽ ലക്ഷക്കണക്കിന് അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ അർഹരായ 10 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ആദ്യഗഡു വിജയകരമായി ലഭിച്ചെങ്കിലും UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പെൻഷൻ വിതരണം പൂർണ്ണമായും നിലച്ചുവെന്നാണ് CPIM സംസ്ഥാന സമിതിയും മുൻ ധനമന്ത്രി KN ബാലഗോപാലും കുറ്റപ്പെടുത്തുന്നത്. പാവപ്പെട്ട വീട്ടമ്മമാരുടെ ഈ പെൻഷൻ ഫണ്ട് സ്ത്രീകൾക്കായുള്ള KSRTC സൗജന്യ യാത്രാ പദ്ധതിയിലേക്ക് വകമാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്കയും അവർ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി നിർത്തലാക്കുന്നു എന്ന പ്രചാരണം പൂർണ്ണമായും തെറ്റാണെന്നാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. മുൻ സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച സാഹചര്യത്തിൽ അർഹരായ ആളുകളിലേക്ക് തന്നെയാണോ ഈ പണം എത്തുന്നതെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ സാങ്കേതിക പരിശോധനകൾ നടക്കുകയാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ പെൻഷൻ ലഭിക്കാനുള്ള പ്രധാന മാനദണ്ഡം അപേക്ഷകർ അന്ത്യോദയ അന്നയോജന അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡുള്ള കുടുംബാംഗങ്ങളായിരിക്കണം എന്നതാണ്. എന്നാൽ പിന്നീട് റേഷൻ കാർഡുകൾ നീലയോ വെള്ളയോ ആയി മാറിയിട്ടുണ്ടോ എന്നും മറ്റ് വരുമാന സ്രോതസ്സുകൾ ഉണ്ടോ എന്നും കണ്ടെത്താൻ റേഷൻ കാർഡ് ഡേറ്റാബേസും ആധാർ വിവരങ്ങളും വെച്ച് സൂക്ഷ്മമായ പരിശോധന നടക്കുന്നത് കൊണ്ടാണ് പുതിയ അപേക്ഷകളിൽ തീരുമാനമെടുക്കാനും കുടിശ്ശിക തുക വിതരണം ചെയ്യാനും താമസം നേരിടുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ചുരുക്കത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ എന്തൊക്കെയാണെങ്കിലും സാധാരണക്കാരായ കുടുംബങ്ങളിലെ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഈ 1000 രൂപ അവരുടെ മരുന്നിനും ദൈനംദിന ആവശ്യങ്ങൾക്കും വലിയൊരു തണലായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാങ്കേതിക പരിശോധനകൾ എത്രയും വേഗം പൂർത്തിയാക്കി അർഹരായ ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ പെൻഷൻ തുക ഒന്നിച്ച് വിതരണം ചെയ്യുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ അപേക്ഷകൾ നൽകിയവർക്കും റേഷൻ കാർഡ് മാനദണ്ഡങ്ങൾ കൃത്യമാണെങ്കിൽ പെൻഷൻ അനുവദിച്ചു കിട്ടുമെന്നാണ് സൂചനകൾ. നിങ്ങൾക്ക് ഇതുവരെ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ വാർത്തകളും സർക്കാർ പദ്ധതികളുടെ അപ്ഡേറ്റ്സുകളും വേഗത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു പ്രധാന വിവരവുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.